Assalamualaikum warahmatullah. Constitutional values and political system in India. ഇന്ത്യയിലെ ഭരണഘടനാ മൂല്യങ്ങളും രാഷ്ട്രീയ ക്രമങ്ങളും ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം. അപ്പോൾ ഭരണഘടന എന്ന പദം നമുക്ക് വളരെ സുപരിചിതമാണ്. എല്ലാ രാഷ്ട്രങ്ങൾക്കും അതിൻ്റേതായ ഒരു ഭരണഘടനയുണ്ട്. രാഷ്ട്രങ്ങളെന്ന് മാത്രമല്ല, സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും നമ്മുടെ വീടിന് വരെ അതിൻ്റേതായിട്ടുള്ള എഴുതപ്പെട്ടതോ അല്ലെങ്കിൽ എഴുതപ്പെടാത്തതോ ആയിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട് എന്നത് ചുരുക്കം. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കുന്ന എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ ആധികാരിക പ്രമാണമാണ് ഭരണഘടന എന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. വാസ്തവത്തിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഒരു ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്നതും അത് പ്രതിഫലിപ്പിക്കുന്നതും. അതൊരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഒരു ഭരണഘടനയുടെ ആവശ്യകത, ആധികാരികത, അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം, അതിൻ്റെ പ്രത്യേകതകൾ എന്ന തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകളായിട്ടുള്ള ജനാധിപത്യം, മതേതരത്വം, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി, ലിബേർട്ടി തുടങ്ങിയിട്ടുള്ള വസ്തുതകളെക്കുറിച്ചിട്ട്, അതുപോലെ ഇന്ത്യയുടെ ഭരണ രീതികളെക്കുറിച്ചിട്ട്, പാർലമെൻ്ററി രീതികൾ, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതുപോലെ ഫെഡറലിസം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചിട്ടവട്ടങ്ങളെക്കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന. അപ്പോൾ ആദ്യം എന്താണ് ഒരു ഭരണഘടന എന്ന് പറയും, എന്നിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ജനറലി റിട്ടൺ which defines and regulate the structure and the functions of an organization, institution or a company. ഒരു സ്ഥാപനത്തിൻ്റെയോ സംഘടനയുടെയോ ഒരു രാജ്യത്തിൻ്റെയോ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കുന്ന എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ ആധികാരിക പ്രമാണമാണ് ഭരണഘടന. ഫോർ എ നേഷൻ, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് എ സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, ബേസിക് റൂൾസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രസിഡൻസ്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഘാടനവും പ്രവർത്തനങ്ങളും നിയമങ്ങളും കീഴ്വഴക്കങ്ങളുമുള്ള ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന. ഇറ്റ് റെഗുലേറ്റ്സ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ സ്ട്രക്ചർ, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിവിധ ഉത്തരവാദിത്തങ്ങളും പവറുകളും അതിൻ്റെ സ്ട്രക്ചറുകളൊക്കെ നിയന്ത്രിക്കുന്നത് ഭരണഘടന ആണ് എന്നത് ചുരുക്കം. There are three organs of the government: the executive, legislative and judiciary. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 ഗവൺമെൻറ് ഓർഗാൻസ് ആണ് ഉള്ളത്. നിയമനിർമ്മാണ സഭ, നീതിന്യായ വിഭാഗം, അതുപോലെ കാര്യനിർവഹണ വിഭാഗം. ഈ 3 വിഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ ഇന്ത്യൻ നിയമങ്ങളൊക്കെ ഉണ്ടാകുന്ന ഭരണ രീതികളുടെ ഭരണ സിരാകേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി റിട്ടൺ ഓർ അൺറിട്ടൺ. കോൺസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ എഴുതപ്പെട്ടതാവാം, ചിലപ്പോൾ എഴുതപ്പെടാത്തതാവാം. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെടാത്ത ഭരണഘടനയാണ്, അതുപോലെ അൺകോഡിഫൈഡ് ആണ്. കാരണം അത് കാലങ്ങൾക്കനുസരിച്ച് മാറി വരുന്ന നിയമവ്യവസ്ഥയാണ്. പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളെ ഭരണഘടനയിൽ എഴുതി ചേർക്കാനാണ് പതിവ്. അല്ലാതെ ആദ്യമേ ഇന്ത്യയെ പോലെ എഴുതപ്പെട്ട ഒരു ഭരണഘടന UK ഇല്ല എന്ന് ചുരുക്കം. അതുപോലെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ഇവോൾവ് ത്രൂ ടൈം, ഒരുപാട് കാലങ്ങൾ വേണ്ടി വരും അവിടെ ഭരണഘടന ഉണ്ടായി വരാൻ. അഥവാ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തതിനാൽ പുതിയ കേസുകൾ വരുന്ന സമയത്ത്, പുതിയ നിയമങ്ങൾ വരുന്ന സമയത്ത് അത് ഭരണഘടനയിൽ എഴുതി ചേർക്കാറാണ് പതിവ്. അപ്പോൾ UK പോലെ, ന്യൂസിലൻഡ് പോലെ, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം ഈ രീതിയാണ് കൊണ്ടാടുന്നതും ഈ രീതിയിലാണ് അവർ ഭരണഘടന അവലംബിക്കുന്നതും. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു റെപ്രസെൻറ്റേറ്റീവ് ബോഡിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നാണ് നമ്മൾ ആ ഒരു സഭയെ, ഭരണഘടനാ നിർമ്മാണ സഭയെ വിളിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അന്ന് ഉണ്ടായിരുന്നത് 389 ആളുകളാണ്. അതിൽ 292 ആളുകൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചിട്ടാണ്, ഭരണഘടന ഉണ്ടാക്കുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ ആളുകളെക്കുറിച്ച് 389 ആളുകളാണ് ആ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അത് 292 പേര് പ്രവിശ്യകളിൽ നിന്നും ഉള്ള ആളുകളായിരുന്നു. അതുപോലെ 93 ആളുകൾ നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളായിട്ട് വന്ന ആളുകളായിരുന്നു. അതുപോലെ 4 പേര് ഡൽഹി, അജ്മീർ, മേഴ്വ, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഈ ബലൂചിസ്ഥാൻ ഇന്ന് പാകിസ്ഥാൻ്റെ ചില പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ചീഫ് കമ്മീഷണേഴ്സായിരുന്നു മറ്റു 4 പേർ. അപ്പോൾ ഇങ്ങനെ ഈ
ആളുകൾ കൂടിച്ചേർന്നിട്ടാണ് ഈ 389 ആളുകൾ കൂടിച്ചേർന്നിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ 389 ആളുകളെ തിരഞ്ഞെടുക്കുന്നത് തന്നെ അവരുടെ രാജ്യത്തിൽ നിന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ ജനങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ 389 ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചുരുക്കം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, അഥവാ ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കുന്നതിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ആസ്പിറേഷൻ ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം. അപ്പോൾ ഈ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ്, ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ്, ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയതെന്നർത്ഥം. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം ഉൾക്കൊണ്ടിട്ടുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച് ഡ്യൂറിങ് ദി ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണകാലത്തെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെതിരെ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന അതിക്രമങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്, അത് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ദ ഐഡിയാസ് ആൻഡ് തോട്ട്സ് ഓഫ് ദ മഹാത്മാഗാന്ധി, ഗാന്ധിയൻ ചിന്തകൾ. അതുപോലെ സോഷ്യോ കൾച്ചറൽ എത്തോസ് ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ സാമുദായികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ധാർമ്മികത, അതൊക്കെ ഭരണഘടനയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദി എക്സ്പീരിയൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ അതർ ഡെമോക്രാറ്റിക് കൺട്രീസ് ഓഫ് ദ വേൾഡ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗങ്ങളും ഇന്ത്യയുടെ ഭരണഘടനയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ നമുക്കറിയാം, കാനഡയിൽ നിന്ന്, UK നിന്ന്, അതുപോലെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ഇങ്ങനെ പല കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇന്ത്യ കടമെടുത്തിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ 1950 ജനുവരി 26-നാണ് അതൊരു ഭരണഘടന നിലവിൽ വന്നത്. അത് റിപ്പബ്ലിക് ഡേ എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. 1946-ലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുനിയുന്നത്. 1946 ഡിസംബർ 9-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്, അദ്ദേഹം 1946 ഡിസംബർ 11-ന് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട്, അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അഥവാ നെഹ്റു ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് രാജേന്ദ്ര പ്രസാദിനെ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ അംബേദ്കർ വാസ് ചെയർമാൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. 166 ദിവസവും 2 വർഷവും 11 മാസവും 166 2 വർഷവും 11 മാസവും 18 ദിവസവും. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഇത്ര വർഷം എടുത്തിട്ടാണ് നവംബർ 26, 1949 ഭരണഘടനയുടെ കരട് രൂപം അന്ന് നിർമ്മിച്ചത് എന്നർത്ഥം. ഇത് കൃത്യമായിട്ടുള്ള കരട് രൂപമാണ് അന്ന് 1949 നവംബർ 26-ന് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഭരണഘടനയിൽ പ്രധാനമായിട്ടുള്ള വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയുന്നത്. അതിനു മുമ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ്, ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അംബേദ്കർ. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സാണ് ഇവിടെ കൃഷ്ണസ്വാമി അയ്യർ, DP ഖൈസാൻ, N മാധവറാവ്, KM മുൻഷി, N ഗോപാലസ്വാമി അയ്യങ്കർ, TT കൃഷ്ണമാചാരി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. അന്ന് ഒരുപാട് കമ്മിറ്റികൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സ്റ്റിയറിംഗ് കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ അവിടെ കാണാം രാജേന്ദ്ര പ്രസാദ്. അങ്ങനെ ഒരുപാട് കമ്മിറ്റികൾ ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ ചെയർമാൻമാരെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു, യൂണിയൻ പവർ കമ്മിറ്റി, നെഹ്റു, അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വല്ലഭായ് പട്ടേൽ തുടങ്ങിയിട്ടുള്ള, മാവുലങ്കർ തുടങ്ങിയിട്ടുള്ള, K മുൻഷി, സീതാരാമയ്യ, പട്ടാഭി സീതാരാമയ്യ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വ്യത്യസ്ത കമ്മിറ്റികളുടെ ചെയർമാൻമാരായി വന്നിട്ടുണ്ട്. അവരുടെ ചിത്രങ്ങളാണ് ഇടത് സൈഡിൽ നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ്, വ്യവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ അവർ തീരുമാനിച്ച ചില കാര്യങ്ങൾ: 1, ദ ടെറിട്ടറീസ് ദാറ്റ് ഇന്ത്യ വിൽ കംപ്രൈസ്, ഇന്ത്യയിലെ മുഴുവൻ ടെറിട്ടറികളും ഇന്ത്യയിൽ ഉൾക്കൊള്ളണം. അതുപോലെ 2, പൗരത്വം. 3, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. 4, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ. അതുപോലെ മൗലിക കർത്തവ്യങ്ങൾ.
5 ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഗവൺമെൻറ് അറ്റ് യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ലെവൽ. യൂണിയൻ അതുപോലെ ലോക്കൽ ലെവൽ, പിന്നെ പിന്നെ സ്റ്റേറ്റ് ലെവൽ എന്ന് തുടങ്ങിയിട്ടുള്ള രാജ്യത്തിൻ്റെ പിന്നെ സ്ട്രക്ചർ. അതുപോലെ അവസാനമായിട്ട് സെവറൽ അതർ ആസ്പെക്ട്സ് ഓഫ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം, വ്യത്യസ്ത രാഷ്ട്രീയ തലങ്ങൾ. ഇതൊക്കെ ഇന്ത്യയുടെ പിന്നെ ഭരണഘടനയുടെ വ്യവസ്ഥകളിൽ ഉൾപ്പെട്ടതാണ് എന്നർത്ഥം. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് നേരത്തെ നമ്മൾ ഹെഡിങ്ങിൽ തന്നെ കണ്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ. ഇറ്റ് ലേസ് ഡൗൺ സെർട്ടൻ ഐഡിയൽസ് ദാറ്റ് ഫോം ദ ബേസിക്സ് ഓഫ് ദി കൈൻഡ് ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ പൊതുസമ്മതമായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളെയൊക്കെ അനുശാസിക്കുക, അംഗീകരിക്കുക. അതിന് പുറമെ രാജ്യത്ത് മുൻകഴിഞ്ഞു പോയിട്ടുള്ള ആളുകളെയും മഹാരഥന്മാരെയൊക്കെ ബഹുമാനിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിൽ പറയുന്നത്. അതുപോലെ നമ്മൾ പിന്തുടരേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. സത്യം, അഹിംസ, സമാധാനം, ബഹുമാനം, സഹകരണം, കളങ്കയില്ലായ്മ, അതുപോലെ ദയ, കാരുണ്യം, ഇതൊക്കെയാണ് ഇതിൻ്റെ തത്ത. നിങ്ങൾക്ക് കാണാൻ നോൺ വയലൻസ്, പീസ്, കോപ്പറേഷൻ, ഹോണസ്റ്റി, റെസ്പെക്റ്റ് ആൻഡ് കൈൻഡ്നെസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് ദ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. ആമുഖത്തെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പ്രിയാമ്പിളിൽ പറയുന്ന ചില കാര്യങ്ങൾ, പ്രിയാമ്പിൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. Preamble embodies the fundamental values and the philosophy on which the constitution is based. ഏത് അടിസ്ഥാനത്തിലാണ്, ഏത് ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ മൗലിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്നതിനെക്കുറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. Preamble to the Constitution a brief introductory on statement that convey the guiding principles of the document. ആ ഭരണഘടന സംവേദനം ചെയ്യുന്ന ആശയത്തിൻ്റെ രത്നച്ചുരുക്കമായിരിക്കും ഭരണഘടനയുടെ ആമുഖം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന ആമുഖം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഈ വലതുഭാഗത്ത് കാണുന്ന സോവറൈനിറ്റി, സോഷ്യലിസം, സെക്യുലറിസം, ഡെമോക്രസി, റിപ്പബ്ലിക്കൻ ക്യാരക്ടർ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ ഇടതുഭാഗത്താണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ചിത്രം കാണുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved the constitute India into a sovereign, socialist, secular, democratic republic and to secure all the citizen justice, social, economic and political liberty of thought, expression, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. ഇക്കാര്യങ്ങളാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തുടക്കത്തിലുള്ളത്. പരമാധികാരം, മതേതരത്വം, ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി ഈ കാര്യങ്ങൾ ഓരോന്നിനെയും വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്താണ്? ഒരു പരമാധികാര സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് രാജ്യമാണ് എന്നർത്ഥം. ഓക്കെ, ഇവിടെ സോവറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത്, സോവറിൻ മീൻസ് ഹാവിങ് കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ഫ്രീഡം ആൻഡ് ബീയിങ് ദി സുപ്രീം അതോറിറ്റി, മുഴുവൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം എന്നർത്ഥം. അഥവാ അതിൻ്റെ സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള, പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഒഴിവാക്കിയിട്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു രാജ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സോവറനിറ്റി ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞ ആ വാക്കുകൊണ്ടാണ് ഇന്ത്യയുടെ പരമാധികാര രാഷ്ട്രമായിട്ട് ആ വാക്കുകൊണ്ടാണ് ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കുന്നത് എന്നർത്ഥം. രണ്ടാമതായി സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ട് സോഷ്യൽ ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ടു എൻഡ് ഓൾ ഫോം ഓഫ് ഇനീക്വാലിറ്റീസ്, ഇന്ത്യയിലെ സാമൂഹിക മാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ ഇന്ത്യയിലെ അനൈക്യങ്ങളൊക്കെ നിർത്തലാക്കുക, അതുപോലെ ധനം ഒരാളുടെ കയ്യിൽ മാത്രം, കുറച്ചാളുടെ കയ്യിൽ മാത്രം കുന്നുകൂടലിനെ ഒഴിവാക്കി. ഇതിനൊക്കെയാണ് സോഷ്യലിസം എന്ന് പറയാം. ക്യാപിറ്റലിസത്തിന് ഓപ്പോസിറ്റാണ് എന്നർത്ഥം. ഓക്കെ, ഇനി സെക്യുലറിസം, ഇന്ത്യയുടെ മതേതരത്വം. ഇന്ത്യയിൽ implies that our country is not guided by any one religion or any religious consideration. ഒരു മതമല്ല ഇന്ത്യയെ നയിക്കുന്നത് എന്ന് ചുരുക്കം. പക്ഷേ ഇന്ത്യ അതിൻ്റെ പൗരന്മാർക്ക് മതം പ്രബോധനം ചെയ്യാനും മതം അംഗീകരിക്കാനും മതം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എങ്കിലും സ്റ്റേറ്റ് ഡസ് നോട്ട് എനി റിലീജിയൻ, സ്റ്റേറ്റിന് പ്രത്യേകമായിട്ട് ഒരു മതമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ജനാധിപത്യം. ജനങ്ങളാണ് ദി പീപ്പിൾ ഇലക്ട് ദ റൂളേഴ്സ് ഓഫ് ദി കൺട്രി ആൻഡ് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് റിമൈൻ അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വിധേയരായിട്ടാണ് നിലനിൽക്കുന്നത്. അതുപോലെ ജനങ്ങൾ പൊതുസമ്മതിദാന സ്വാതന്ത്ര്യം അതിൻ്റെ സഹായത്താലാണ്, അഥവാ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്, അത് സഹായത്താലാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്.
It is based on the principles of the rules of law, inalienable right of citizen, independence of judiciary, free and fair election and freedom on the press. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഈ ഡെമോക്രസി നിലനിൽക്കുന്നത് തന്നെ ചില പ്രധാനപ്പെട്ട മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് തന്നെ. അഥവാ എല്ലാവർക്കും നീതിന്യായ സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ എലക്ഷൻ കൃത്യമായി നടക്കുന്നുണ്ട്, പത്രസ്വാതന്ത്ര്യമുണ്ട്, അന്യാധീനപ്പെടുത്താനാവാത്ത അവകാശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ട കാരണത്താലാണ് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായി നിലനിൽക്കുന്നത്. അതുപോലെ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. അവിടെ നിങ്ങൾ കാണാം, എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈസ് ഈക്വലി എലിജിബിൾ ടു ബി ഇലക്റ്റഡ് ആസ് എ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യയുടെ പരമാധികാരിയായിട്ട് ഏതൊരാൾക്കും മാറാവുന്നതാണ്. വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്ത രീതിയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ പരമാധികാരി രാജ്ഞിയാണ്, അവർ ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ രാജ്ഞി ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യാനി ആവണം നിർബന്ധമാണ്. ലെബനോൻ്റെ കാര്യമാവുകയാണെങ്കിൽ അവിടെ പ്രധാനമന്ത്രി, അവിടെ പ്രസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യൻ ആവണം, അവിടെ പ്രധാനമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ആവണം. അപ്പോൾ അങ്ങനെ വംശീയമായിട്ടുള്ള മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഏതൊരാൾക്കും ജാതി വർണ്ണ വിവേചനമില്ലാതെ, ഭാഷാ ലിംഗ വിവേചനമില്ലാതെ ആർക്കും ഇന്ത്യയുടെ പരമാധികാരിയാവാം. അതാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്ന് പറയാനുള്ള കാരണം. അതുപോലെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ, ദി കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഹാവ് ഇൻക്ലൂഡ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റ് ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ്. കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസിൽ ഈ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ സാമൂഹികമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള, രാഷ്ട്രീയ നീതി വ്യവസ്ഥകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അഥവാ ഇന്ത്യയിലെ ഓരോരുത്തർക്കും നീതി കിട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ സ്വാതന്ത്ര്യം, നമ്മുടെ ഭരണഘടന നേരത്തെ വായിച്ചതിൽ നിങ്ങൾക്ക് കാണാവുന്നുണ്ട്, ചിന്താപരമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, ആരാധനാ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അടിസ്ഥാന തത്വങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ, തത്വങ്ങളിലൊക്കെ എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യങ്ങളും ഇന്ത്യയിലുള്ള ആളുകൾക്കുണ്ട്. അതുപോലെ സമത്വം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഷ്യൂർസ് ഇക്വാലിറ്റി ടു സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എവറി സിറ്റിസൺ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ബെസ്റ്റ്. അവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ അവസര സമത്വവും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതാണ് ഇക്വാലിറ്റി. അതുപോലെ ഫ്രാറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ, ഫ്രാറ്റേണിറ്റി സ്റ്റാൻഡ്സ് ഫോർ ദ സ്പിരിറ്റ് ഓഫ് ദി കോമൺ ബ്രദർഹുഡ് എമംഗ് ഓൾ ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാവർക്കും സാമൂഹികമായിട്ടുള്ള, സൗഹാർദ്ദപരമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഫ്രാറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ. അതുപോലെ തൊട്ടുകൂടായ്മ ഒഴിവാക്കുക, വർഗീയമായിട്ടുള്ള, വംശീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന് ഇതിൻ്റെ പിന്നാലെ വരുന്നതാണ്. അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഡിഗ്നിറ്റി, ഓരോരുത്തർക്കും അതിൻ്റേതായ ബഹുമാനം കിട്ടണം. അതിനാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ എല്ലാവർക്കും ലഭിക്കണമെന്നാണ്. അതിൽ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ, ദേശീയമായിട്ടുള്ള ഐക്യം, ടു മെയിൻറ്റെയിൻ ദി ഇൻഡിപെൻഡൻസ് ഓഫ് ദി കൺട്രി, ഇനാക്ട് ദി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ ഈസ് വെരി എസെൻഷ്യൽ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒത്തൊരുമയും ദേശീയ ഐക്യവും വളരെ പ്രധാനമാണ് എന്നാണ് ഇത് പറയുന്നത്. നമ്മുടെ ഭരണഘടന തന്നെ ഇത് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇതിൽ പറയുന്നുണ്ട്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പെക്ട് ഫ്രം ദി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി. നമ്മുടെ ദൈനംദിന ഉത്തരവാദിത്തമായിട്ട് ഇത് കാണണമെന്ന് യൂണിറ്റി കാണണമെന്ന് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അടുത്തതായിട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് ജസ്റ്റ് ഇൻ്റർനാഷണൽ ഓർഡർ, അതുപോലെ അന്താരാഷ്ട്രപരമായിട്ടുള്ള സമാധാനത്തെക്കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് ഭരണഘടനയിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒന്നാമത്, ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്രപരമായിട്ടുള്ള സമാധാനം നിലനിർത്തുക. രണ്ടാമതായിട്ട്, രാഷ്ട്രങ്ങൾക്കിടയിൽ നല്ല ബന്ധങ്ങളുണ്ടാവുക, ആദരവുകളുണ്ടാവുക. മൂന്നാമതായിട്ട്, അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ, ഉടമ്പടികളൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ട് സമീപിക്കുക, അംഗീകരിക്കുക. അവസാനമായിട്ട്, വല്ല പ്രശ്നങ്ങളും നടന്നു കഴിഞ്ഞാൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിയിൽ പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടികൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും, ഭരണഘടന നമുക്ക് ഈ ഉറപ്പുകൾ നൽകുമ്പോഴും നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അഥവാ ഇന്ത്യയിലെ ആളുകൾ മുഴുവൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ, കർത്തവ്യങ്ങളാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഥവാ ദീസ് റിഫ്ലക്ട് സെർട്ടൈൻ ബേസിക് വാല്യൂസ് ലൈക്ക് പാട്രിയോട്ടിസം, രാജ്യസ്നേഹം, ദേശീയത, മനുഷ്യത്വം, അതുപോലെ എൻവിറോൺമെൻറ്റൽ ലിവിങ്, ജെൻഡർ റിഫ്ലക്റ്റ്, അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണ ത്വരകൾ, അതുപോലെ കളക്റ്റീവായിട്ടുള്ള എഫേർട്സ്, ഇതൊക്കെ തുടങ്ങിയ മൂല്യങ്ങളൊക്കെ പ്രതിഫലിപ്പിക്കുകയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്, ഈ കർത്തവ്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കണമെന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ പറയുന്നത്. ഇനി രണ്ടാമതായിട്ട്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ വളരെ
ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രശംസാർഹമായിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് ഇന്ത്യയുടെ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്നർത്ഥം. അത് ഭരണഘടന ഉണ്ടാക്കുമ്പോൾ 395 ആർട്ടിക്കിളുകളും 22 പാർട്ടുകളും 12 ഷെഡ്യൂളുകളും 5 അപ്പൻഡിക്സുമാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 448 ആർട്ടിക്കിൾസും 25 പാർട്സും അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ 12 ഷെഡ്യൂളുകളുമാണ് ഉള്ളത് എന്നർത്ഥം. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത യുണീക്ക് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. വളരെ അയവുള്ളതോ അല്ലെങ്കിൽ വളരെ കർക്കശമായിട്ടുള്ള ഭരണഘടനയല്ല ഇന്ത്യയുടേത്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ എഴുതപ്പെടാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഭരണഘടനയല്ല. അതുപോലെ വളരെ റിജിഡായിട്ട് മാറ്റപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ വളരെ ബുദ്ധിമുട്ടേറിയ കോൺസ്റ്റിറ്റ്യൂഷനുമല്ല ഇന്ത്യയുടെ ഭരണഘടന എന്ന് അർത്ഥം. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ നേരത്തെ നമ്മൾ പറഞ്ഞു, ഷെഡ്യൂളുകളെ കുറിച്ച് പറഞ്ഞു, ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞു, പാർട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഇന്ത്യയുടെ ഒന്നാം പാർട്ട് എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിൾസ്. ഓക്കെ, അതിലാണ് യൂണിയൻ അതുപോലെ ടെറിട്ടറീസിനെ കുറിച്ച് പറയുന്നത്. 2ലാണ് സിറ്റിസൺഷിപ്പിനെ പറയുന്നത്. പാർട്ട് 3 12 മുതൽ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയെക്കുറിച്ച് പറയുന്നത്. അത് 51A എന്നാണ് അതിന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗങ്ങളാണ് ഈ ഒരു ചാർട്ടിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ വിശേഷിച്ച പോലെ തന്നെ ഇന്ത്യ രണ്ടാമത്തെ പ്രത്യേകത യുണീക്ക് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. US പോലെ വളരെ ശക്തമോ കർക്കശമോ അതുപോലെ ബ്രിട്ടീഷിനെ പോലെ വളരെ സുഗമമായിട്ടുള്ള ഭരണഘടനയല്ല ഇന്ത്യയുടേത്. അത് മാറ്റപ്പെടാവുന്നതാണ്, അമെൻഡ് ചെയ്യപ്പെടാവുന്നതാണ്. ഇന്ത്യയുടെ ഭരണഘടന ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടാം. അപ്പോൾ മാറ്റപ്പെടുമ്പോൾ അവിടെ 3 രീതിയിലൂടെയാണ് മാറ്റപ്പെടുന്നത്. ഒന്ന്, ബൈ സിമ്പിൾ മെജോറിറ്റി ഇൻ ദ പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തിൽ അത് മാറ്റാം. രണ്ടാമത് സ്പെഷ്യൽ മെജോറിറ്റി, അതിൻ്റെ പ്രത്യേക മെജോറിറ്റി. മൂന്നാമത്തത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക മെജോറിറ്റിയും അതുപോലെ ചില സ്റ്റേറ്റിൻ്റെ അംഗീകാരവും ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നമുക്ക് മാറ്റപ്പെടാൻ കഴിയുന്നത്, ഒരു നിയമങ്ങളൊക്കെ മാറ്റപ്പെടാൻ കഴിയുന്നത്. അവിടെ ചില നിയമങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. അതുപോലെ കേവല ഭൂരിപക്ഷത്തോടെ തന്നെ മാറ്റാൻ കഴിയുന്ന ചില നിയമങ്ങളാണ് പൗരത്വ നിയമം, അതുപോലെ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുക, സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാം. ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റിയിലൂടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ട് 3, പാർട്ട് 4 പോലെയുള്ള കാര്യങ്ങൾ, അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പോലെയുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോലെയുള്ള ചില കാര്യങ്ങൾ. പാർട്ട് 3 അഥവാ സ്പെഷ്യൽ മെജോറിറ്റിയും ചില പാർലമെൻറ്റ് അതുപോലെ ചില സ്റ്റേറ്റുകൾ, ഇതിനോട് കൂടെ തന്നെ ഇന്ത്യയിലെ ചില സ്റ്റേറ്റിൻ്റെ അംഗീകാരവും കൂടെ ഉണ്ടെങ്കിൽ മാത്രം മാറ്റപ്പെടാവുന്ന ചില നിയമങ്ങളുണ്ട്. അതാണ് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, സുപ്രീം കോടതി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ. ഇതൊക്കെ മാറ്റപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നർത്ഥം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു നിയമം പാസ്സാകുന്നത് എന്നർത്ഥം. എങ്ങനെയാണ് ഒരു നിയമം രാജ്യസഭയിലും ലോക്സഭയിലും എത്തിയിട്ട് ഒരു നിയമം പാസ്സാകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ആദ്യം ഒരു ബില്ല്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കാർഷിക ബില്ല് അല്ലേ, കാർഷിക ബില്ല് ഓർഡിനൻസ് ആണ്. അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ CA സംബന്ധിച്ചിട്ടുള്ള ഒരു ബില്ല് കുറച്ച് മുമ്പ് വന്നു. അപ്പോൾ ആദ്യം ആ ബില്ല് എത്തുന്നത് ഇവിടെ ലോക്സഭയിലാണ്. ബില്ല് ലോക്സഭയിലെത്തുന്നു. ലോക്സഭയിൽ അതിൻ്റെ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ പീരീഡാണ് അത് നടക്കുന്നത്, അഥവാ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നു. ഓക്കെ, അതിലുൾപ്പെട്ടുള്ള ചില വായനകളൊക്കെ നടക്കുന്നു. ഒന്നാം വായന എന്നാണ് ഇതിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതാണ് ഡിസ്കഷൻ സ്റ്റേജ്. ഈ ഘട്ടത്തിലാണ് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട് ഘട്ടങ്ങൾ നടക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത്. ഓക്കെ, അതിനുശേഷം 3ാം ഘട്ടമാണ് ഇവിടെ വോട്ടിംഗ് സ്റ്റേജ് നടക്കുന്നത്. വോട്ടിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്തിട്ട് പിന്നെ നിയമമാക്കേണ്ടതിൽ വോട്ടിംഗ് സ്റ്റേജ് നടക്കുന്നു. ലോക്സഭയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അത് രാജ്യസഭയിൽ പോകുന്നു. രാജ്യസഭയിലും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ആദ്യം ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ചർച്ച, 2 ഡിസ്കഷൻ സ്റ്റേജ് ചർച്ച. ആ ഡിസ്കഷൻ സ്റ്റേജ് തന്നെ പിന്നെ 1ാം ഘട്ടമുണ്ട്, 2ാം ഘട്ടമുണ്ട്, 3ാം ഘട്ടമൊക്കെ ഉണ്ട്. അതിനുശേഷം അവിടെയും വോട്ടിംഗ് നടക്കുന്നു. ആ വോട്ടിങ്ങിൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ പ്രസിഡന്റ് പോകുന്നു, പ്രസിഡന്റ് പാസ്സാക്കുന്നു. ഈ വോട്ടിങ്ങിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ജോയിൻറ്റ് സെഷൻ അഥവാ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും കൂടിയിട്ട് ചർച്ചകൾ നടത്തുന്നു. അവിടെ നിന്ന് പാസ്സാക്കിയിട്ട് നേരെ പ്രസിഡന്റിന് കൊടുക്കുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രസിഡന്റ് അംഗീകരിച്ചാൽ അതൊരു ആക്ട് ആവുന്നു. പ്രസിഡന്റ് ഇനി അഥവാ അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ലോക്സഭയിലേക്ക് ആ ബില്ല് പോകുന്നു. പിന്നീട് ഇതുപോലെ തന്നെ തിരിഞ്ഞ് എന്ത് ചെയ്യുന്നു, ഇതുപോലെ ചർച്ചകൾ നടന്നു കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞാൽ
പ്രസിഡന്റിന് ഒപ്പുവെക്കൽ നിർബന്ധമാണ്. അപ്പം അങ്ങനെയാണ് ഒരു ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഒരു നിയമം അമെൻഡ് ചെയ്യുന്നത്. അമെൻമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു നിയമം അമെൻഡ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പ്രത്യേകത ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് അതിൻ്റെ മൂന്നാമത്തെ പ്രത്യേകതകൾ. അവ ഇന്ത്യയിലെ ഏതൊരു പൗരനും അവൻ്റെ നിയമങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന രീതിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രധാനമായിട്ടും പിന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇതൊക്കെയാണ് ഇന്ത്യയിലെ പിന്നെ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ പ്രോപ്പർട്ടി ഇവിടെ കാണാവുന്നതാണ്. അത് ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. പിന്നീട് സോഷ്യലിസം സമയത്ത് ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലടിയിൽ ഡ്യൂട്ടികൾ കാണാവുന്നതാണ്. അഥവാ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്, ഇന്ത്യയിലെ ഓരോ പൗരനും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ അടിയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടികൾ കൊടുത്തിട്ടുള്ളത്. ഇനി നാലാമത്തെ പ്രത്യേകത ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ ചില നിർദ്ദേശക തത്വങ്ങളുണ്ട് എന്നർത്ഥം. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ചില നയങ്ങളും നിലപാടുകളും ഭരണഘടനാ നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഗോവധ നിരോധനം, മദ്യവർജനം, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ. അപ്പോൾ അതിലൊന്നും കോടതിക്ക് ഇടപെടാൻ പറ്റുകയില്ല എന്ന് അർത്ഥം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞാൽ നിയമമാക്കാവുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ജനങ്ങളുടെ പട്ടിണി മാറ്റാനും നല്ല കാര്യങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമൂഹിക വിവേചനങ്ങൾ ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇവിടെ കൊണ്ടുവന്നതെന്നർത്ഥം. അഞ്ചാമത്തെ പ്രത്യേകത ഇന്ത്യൻ ഭരണഘടനയുടെ ഫീച്ചറുകളാണ് നമ്മൾ പറഞ്ഞത്. അഞ്ചാമത്തെ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ഇന്ത്യക്കുണ്ട്. അഥവാ ഇന്ത്യയിലെ കോർട്ടുകൾ സുപ്രീം കോടതി മുതൽ അടിയിലേക്ക് ഹൈക്കോർട്ടുകൾ വരുന്നു. അതിന് കീഴെ സബോർഡിനേറ്റ് കോർട്ടുകൾ വരുന്നു. അങ്ങനെ കോർട്ടുകൾ ഇന്ത്യയിൽ വ്യത്യസ്ത കോർട്ടുകളുണ്ട് എന്നർത്ഥം. ഇവിടെ നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് സുപ്രീം കോടതി കാണാം, കീഴെ ഹൈക്കോടതി കാണാം, അതിന് കീഴെ മെട്രോപൊളിറ്റൻ കോർട്ടുകൾ കാണാം, ഇവിടെ മറ്റൊരു ഭാഗത്ത് ജില്ലാ കോടതികൾ കാണാവുന്നതാണ്. ഇവിടെ തന്നെ സിവിലുണ്ട്, ക്രിമിനലുണ്ട്, അതുപോലെ സിറ്റി കൗൺസിൽ കോർട്ടുകളുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ സെഷൻ കോർട്ടുണ്ട്, ഡിസ്ട്രിക്ട് കോർട്ടുണ്ട്, സബ് കോർട്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോടതികൾ ഇന്ത്യയിൽ വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അടുത്ത ആറാമത്തെ പ്രത്യേകതയാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇന്ത്യയിലെ ഒരു പൗരന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏഴാമത്തത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി. എല്ലാവർക്കും വോട്ടവകാശം, അതായത് പ്രത്യേക പ്രായമെത്തിയ ഇന്ന് 18 വയസ്സാണ്. അപ്പോൾ 18 വയസ്സുള്ള എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ടവകാശം ലഭിക്കുമെന്നർത്ഥം. എട്ടാമത്തെ പ്രത്യേകത ഫെഡറൽ സിസ്റ്റം ആൻഡ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഇന്ത്യയിലെ സിസ്റ്റം ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യയിൽ ഭരണം ഉള്ളത്. ഇനി ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ പൊതുവെ ഉള്ളത് 3 സിസ്റ്റമാണുള്ളത്. ഒന്ന് യൂണിറ്ററി സ്ട്രക്ചറാണ് ഉണ്ടാവുക ചില രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിൽ ഫെഡറൽ സ്ട്രക്ചറാണ് ഉണ്ടാവുക, ചില രാജ്യങ്ങളിൽ കോൺഫെഡറേറ്റ് സ്ട്രക്ചറാണ് ഉണ്ടാവുക എന്നർത്ഥം. യൂണിറ്ററി സ്ട്രക്ചറുള്ളതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ, ബ്രൂണായി, സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ. ഫെഡറൽ മെക്സിക്കോ, ഇന്ത്യ, ജർമ്മനി, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ. ഇനി കോൺഫെഡറേറ്റ് സ്ട്രക്ചറിൽ നടക്കുന്ന രാജ്യങ്ങളാണ് US, അതുപോലെ ബെൽജിയം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെന്നർത്ഥം. ഇനി ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലും പല രൂപത്തിലുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ 2 തരമുണ്ട്. ഒന്ന് സ്റ്റേറ്റ് ദാറ്റ് ഹാസ് ഓൺലി വൺ ഗവൺമെൻറ് ഫോർ ദ എൻറ്റയർ കൺട്രി ഈസ് നോൺ ആസ് യൂണിറ്ററി സ്റ്റേറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചത് തന്നെ, രാജ്യത്തിന് മുഴുവൻ ഒരു ഗവൺമെൻറ് മാത്രം രാജ്യം മുഴുവൻ ഭരിക്കുക. ഉദാഹരണത്തിന് UK പോലെ, അതിനാണ് യൂണിറ്ററി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഗവൺമെൻറ് അറ്റ് 2 ലെവൽസ്, 2 തരം ഭരണങ്ങൾ. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കേന്ദ്ര ഭരണമുണ്ട്, അതുപോലെ സംസ്ഥാന ഭരണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, അതിനാണ് ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി ഫെഡറൽ സിസ്റ്റം മസ്റ്റ് ഹാവ് 3 other ഫീച്ചേഴ്സ്. ഫെഡറൽ സിസ്റ്റം, ഒരു രാജ്യത്ത് ഫെഡറൽ സിസ്റ്റം ആണെങ്കിൽ അത് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ അവിടെ നിർബന്ധമാണ്. ഒന്ന്, ഒരു എഴുതപ്പെട്ട ഭരണഘടന അവിടെ ഉണ്ടാവണം. രണ്ടാമത്തത്, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങൾക്കുമിടയിൽ ഡിവിഷൻ ഓഫ് പവർ വേണം. അപ്പോൾ 2 ആളുകൾക്കും പവർ, നിയമങ്ങൾ കയ്യിലെടുക്കാനുള്ള അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പവർ 2 ആളുകൾക്കും വേണമെന്നർത്ഥം. മൂന്നാമത്തത്, ഈ സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ കോടതിക്ക് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ലഭിക്കണം. ഇങ്ങനെ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്ത്
ഫെഡറൽ സിസ്റ്റം നിലനിന്ന് പോയെന്നർത്ഥം. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ ഒരു 2 tier ഗവൺമെൻറ്റാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് കേന്ദ്രമുണ്ട്, അതുപോലെ സംസ്ഥാനങ്ങളുമുണ്ട്. രണ്ടാമതൊരു ഡിവിഷൻ ഓഫ് പവേഴ്സ്, പവറിൻ്റെ ഡിവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 3 ലിസ്റ്റുകളാണുള്ളത്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റിൽ പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റേറ്റാണ്, അതുപോലെ കേന്ദ്രമാണ്. അതിൽ സ്റ്റേറ്റിന് ഒരു അവകാശം ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഡിഫൻസ് പ്രതിരോധ കാര്യങ്ങൾ, അപ്പോൾ അതിലൊന്നും ഒരു സംസ്ഥാനവും ഇടപെടാൻ പറ്റില്ല. അത് കേന്ദ്രത്തിൻ്റേതായ കാര്യങ്ങൾ മാത്രമാണ്. ഇനി സ്റ്റേറ്റിൻ്റെ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. ആ കാര്യം സ്റ്റേറ്റിനും ചെയ്യുക, കേന്ദ്രത്തിനും ചെയ്യുക, 2 പേർക്കും ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറിപ്പോകരുത്. ഇങ്ങനെ 3 ലിസ്റ്റാണ് ഉള്ളത്. യൂണിയൻ ലിസ്റ്റിൽ 97 സബ്ജക്റ്റുകളാണുള്ളത്. പ്രധാനമായിട്ട് ഡിഫൻസ്, റെയിൽവേ, പോസ്റ്റ്, ടെലഗ്രാഫ്, ഈ കാര്യങ്ങളിലൊന്നും ഒരു സംസ്ഥാനത്തിലും ഇടപെടാനുള്ള അവകാശമില്ല, വെറും കേന്ദ്രത്തിൻ്റെതാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 കാര്യങ്ങളാണുള്ളത്. പ്രധാനമായിട്ടും പബ്ലിക് ഹെൽത്ത്, പോലീസ്, അതുപോലെ സെൽഫ് ഗവൺമെൻറ്, ഈ കാര്യങ്ങളിലൊന്നും കേന്ദ്രവും സാധാരണ രീതിയിൽ ഇടപെടാറില്ല. ഇനി അസാധാരണ സമയത്ത് ചിലപ്പോൾ ഇടപെടാവുന്നതാണ് എന്ന് ശേഷം പറയുന്നർത്ഥം. ഇനി കൺകറൻറ്റ് ലിസ്റ്റിൽ 47 കാര്യങ്ങളാണുള്ളത്. എഡ്യൂക്കേഷൻ, ഇലക്ട്രിസിറ്റി, ട്രേഡ് യൂണിയൻ, ഇക്കണോമിക്, സോഷ്യൽ പ്ലാനിങ്, ഇവയിലൊക്കെ സംസ്ഥാന സർക്കാരിനും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനും ഒപ്പം ഇടപെടാവുന്ന കാര്യങ്ങളാണെന്ന് അർത്ഥം. ഇവിടെ നിങ്ങൾക്ക് യൂണിയൻ ലിസ്റ്റ് കാണാം, സ്റ്റേറ്റ് ലിസ്റ്റ് കാണാം, കൺകറൻറ്റ് ലിസ്റ്റ് കാണാം. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു പോകുന്നത് നല്ലതാണ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റ് ഇവിടെ ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി വേറൊരു പ്രത്യേകതയാണ്, ഇന്ത്യയിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യയിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അഥവാ അമേരിക്കയിൽ 1788 ജൂൺ 21 അമേരിക്ക അതിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷം ഇന്നേ വരെ വെറും 27 അമെൻമെൻറ്റ്സ് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയിൽ 120ഓളം ബില്ലുകൾ വന്നിട്ടുണ്ട്. അതിൽ 104ഓളം ആക്റ്റുകളും അത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ബില്ലുകളൊക്കെ തള്ളിപ്പോയി എന്നർത്ഥം. ഒരു ബില്ല് വരും, ശേഷമാണ് അത് ആക്റ്റായി മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന 100ഓളം അമെൻമെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നർത്ഥം. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഇന്ത്യ കൂടുതൽ ഫ്ലെക്സിബിളും അല്ല, കൂടുതൽ റിജിഡും അല്ല എന്ന് പറഞ്ഞത്. 4 ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്താണ്? സുപ്രീം കോടതിക്ക് ലെജിസ്ലേറ്റീവിനോടോ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയോടോ ഒരിക്കലും വിധേയത്വം ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതായത് കാര്യനിർവഹണ വിഭാഗത്തോടോ ഒരു വിധേയത്വവും ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ 4ാമത്തെ പ്രത്യേകത. ഈ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് സെൻറ്റർ. ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയിട്ടുള്ള ഫെഡറലിസമാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണെങ്കിലും സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ പവർ ഉള്ളത് ഇന്ത്യയിൽ കേന്ദ്ര ഭരണത്തിനാണെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദ ഫ്രേമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിലീവ് ദാറ്റ് വി റിക്വയർഡ് എ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വുഡ് അക്കോമഡേറ്റ് ഡൈവേഴ്സിറ്റീസ് ആൻഡ് പ്ലൂറലിസ്റ്റ്. ഒരുപാട് വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും വ്യത്യസ്തകളും ഒക്കെ അംഗീകരിക്കുന്ന ഒരു ഫെഡറൽ ആയിട്ടുള്ള സിസ്റ്റമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഭരണഘടന നിർമ്മാതാക്കളൊക്കെ തീരുമാനിച്ചിട്ടുള്ളതും അവർ വിചാരിച്ചിട്ടുള്ളതും. ഡ്യൂറിംഗ് ദി ഇൻഡിപെൻഡൻസ് ദെർ വർ 500 princely states and British provinces which had to be integrated into the existing states or new states had to be created. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയത്ത് അവിടെ 500ഓളം പ്രിൻസ്ലി സ്റ്റേറ്റുകളാണ്, രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയൊക്കെ കൂട്ടിച്ചേർക്കണമെന്ന് അന്ന് അവർ തീരുമാനിച്ചിരുന്നു. അന്ന് ആകെ മാറിയുന്നത് വല്ലഭായ് പട്ടേൽ, അന്നത്തെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹം ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനോടൊക്കെ ചർച്ച നടത്തിയിട്ട് ഇന്ത്യൻ യൂണിയനോട് ചേരാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം എല്ലാവരും ചേർന്നു. 4 രാജ്യങ്ങളായി മാത്രമാണ് മാറുന്നത്. ജുനാഗഡ്, കശ്മീർ, അതുപോലെ ഹൈദരാബാദിലെ നൈസാം, അതുപോലെ തിരുവിതാംകൂർ, ഈ 4 രാജ്യങ്ങളാണ് മാറുന്നത്. പിന്നീട് ഇവരും ചേർന്നു എന്നത് ചരിത്രം. ഇതിൻ്റെ ഫ്രൈമേഴ്സ്, ഭരണഘടനാ നിർമ്മാതാക്കൾ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, സോഷ്യോ എക്കണോമിക് പ്രശ്നങ്ങൾ, ഇവിടുത്തെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ദാരിദ്ര്യം, നിരക്ഷരത, സാമൂഹിക അസമത്വങ്ങൾ, സാമ്പത്തിക അസമത്വങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പ്ലാനിങ്ങോടെ കൂടെ ഇവിടുന്ന് ഒഴിവാക്കുകയും വേണം. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് സോൾ പവർ ഓൺ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പവർ ഒരു സ്റ്റേറ്റിനുമില്ല, അത് ഇന്ത്യയുടെ കേന്ദ്ര ഭരണത്തിന് മാത്രമാണുള്ളത്. അതുപോലെ ദ പാർലമെൻറ്റ് ഈസ് എംപവേർഡ് ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് ബൈ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഫ്രം എനി സ്റ്റേറ്റ് ഓർ ബൈ യുണൈറ്റിംഗ് 2 or more സ്റ്റേറ്റ്. 2 സ്റ്റേറ്റുകൾ കൂടിച്ചേർത്ത് പുതിയൊരു സ്റ്റേറ്റ് ആക്കാനോ അല്ലെങ്കിൽ വ്യത്യസ്ത സ്റ്റേറ്റുകളാക്കി മുറിക്കാനോ ഇന്ത്യയുടെ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്നർത്ഥം. The parliament may legislate even on the subject in the state list if the situation demands that the central government needs to legislate. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്.
നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചു. അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ആവശ്യഘട്ടങ്ങളിൽ യൂണിയന് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇടപെടാവുന്നതാണ് എന്നർത്ഥം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കർഷക സമരങ്ങൾ നടത്തുന്നുണ്ട്. ശരിക്കും കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ്, അത് യൂണിയൻ ലിസ്റ്റ് അല്ല. പക്ഷേ ഗവൺമെൻറ്റിന് ഒരു ആവശ്യം വന്നപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിരുന്നാലും ആ കൃഷി എന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ കേന്ദ്രം, യൂണിയൻ നിലവിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നതെന്നർത്ഥം. ദ പാർലമെൻറ്റ് മേ ലെജിസ്ലേറ്റ് ഈവൻ ഓൺ സബ്ജക്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഇൻ ഇന്ത്യ വി ഹാവ് യൂണിഫൈഡ് ഓർ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി വിത്ത് സുപ്രീം കോർട്ട് അറ്റ് അപെക്സ്. സുപ്രീം കോടതി ഏറ്റവും ഉന്നത തലങ്ങളിലുള്ള, അതിന് കീഴെ നിരവധി കോടതികളുള്ള ഒരു ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നീതിന്യായ വ്യവസ്ഥ നമുക്ക് ഇന്ത്യയിലുണ്ട്. നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിലപ്പോൾ എമർജൻസി വരികയാണെങ്കിൽ, അടിയന്തരാവസ്ഥ വരികയാണെങ്കിൽ അവിടെ പുതിയ പല കാര്യങ്ങളും വരുന്നുണ്ട്. അഥവാ ഇന്ത്യയുടെ ഈ ഫെഡറൽ പോളിറ്റി തന്നെ ഒരു സെൻട്രലൈസ്ഡ് ഒരു സിസ്റ്റമായിട്ട് മാറുമെന്നർത്ഥം. അവിടെ സ്റ്റേറ്റിനൊരു ഒരു സ്ഥാനം ഉണ്ടാവുകയില്ല, അവർക്ക് ഒരവസരം ഉണ്ടാവുകയില്ല. ഒരു സ്ഥലത്ത് പ്രസിഡൻഷ്യൽ റൂൾ വരികയാണെങ്കിൽ, രാഷ്ട്രപതിയുടെ ഭരണം ഇമ്പോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അവിടുത്തെ മന്ത്രിസഭയൊക്കെ ഡിസ്മിസ് ആവുന്നു. അതുപോലെ ഗവർണർ, ഈ മന്ത്രിസഭയ്ക്ക് പകരം ഗവർണറാണ് അവിടെ രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ട് ആ സ്ഥലത്ത് ഭരിക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ നിയമസഭ തന്നെ ചിലപ്പോൾ പിരിച്ചുവിടേണ്ട അവസ്ഥ വരും എന്നർത്ഥം ഒരു സ്ഥലത്ത് രാഷ്ട്രപതി ഭരണം വരികയാണെങ്കിൽ. ദ ഗവർണർ ഹാസ് ദ പവർ ടു റിസർവ് എനി ബിൽ പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഫോർ ദ അസെൻറ്റ് ഓഫ് ദി പ്രസിഡന്റ്. ഇനി ഒരു സംസ്ഥാനം ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഗവർണർക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗവർണർക്ക് വേണമെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണമെങ്കിൽ അത് അയക്കാവുന്നതാണ്. അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഈ ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇന്ത്യയിൽ പ്രസിഡൻഷ്യൽ റൂള് അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ചില സ്ഥലങ്ങളിൽ ഒരുപാട് പ്രാവശ്യം ഇന്ത്യയുടെ പ്രസിഡൻഷ്യൽ റൂള് ഉണ്ടായിട്ടുണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ജമ്മു കാശ്മീരിൽ 6 പ്രാവശ്യം, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ UP-യിൽ 9 പ്രാവശ്യം, കേരളത്തിൽ 5 പ്രാവശ്യം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ പ്രസിഡൻഷ്യൽ റൂൾ ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ അധികം ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റുകൾ, അവിടെ നിന്നുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൊക്കെ സ്വീകരിച്ചിട്ടാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ അവിടുത്തെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദി സെൻട്രൽ ആർ സുപ്പീരിയർ ടു ദോസ് ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾ ഉണ്ടാവുന്നത് ഈ സെൻറ്ററിൻ്റെ എക്സിക്യൂട്ടീവ് പവറാണെന്നർത്ഥം. അഥവാ നമുക്കറിയാം നമ്മുടെ IAS സിവിൽ സർവൻറ്റുകളൊക്കെ, അത് ശരിക്ക് യഥാർത്ഥത്തിൽ അത് സെൻറ്ററിൻ്റെ ജോലിക്കാരാണ് അവർ. പക്ഷേ ഓരോ സ്റ്റേറ്റിൻ്റെയും മികച്ച ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, കലക്ടറുകൾ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് അവരാണ്. അവർ ശരിക്കും സെൻറ്ററിൻ്റെ എക്സിക്യൂട്ടീവ് പവറാണ്, പക്ഷേ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അവരാണ് എന്നർത്ഥം. അതുപോലെ അതിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദ ഓൾ ഇന്ത്യ സർവീസ് ആർ കോമൺ ഫോർ ദ ഇന്റീരിയർ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആൻഡ് ഓഫീസേഴ്സ് ചോസൺ ഫോർ ദി സർവീസ് സെർവ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്റ്റേറ്റ്. നമ്മുടെ ഓൾ ഇന്ത്യ സർവീസുകൾ, സിവിൽ സർവൻറ്റുകളാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് എന്ന് ചുരുക്കം. ഇനി ഡിമാൻഡ് ഫോർ ഗ്രേറ്റർ ഓട്ടോണമി ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ചില സംസ്ഥാനങ്ങൾ അതിൻ്റെ സ്വയംഭരണാധികാരത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. വെൻ ദി സ്റ്റേറ്റ്സ് ഡിമാൻഡഡ് മോർ പവേഴ്സ്, സെൻട്രൽ അപ്പോയിൻറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ ആൻഡ് സെവറൽ അതർ കമ്മീഷൻ. ഒരു സംസ്ഥാനം അല്ല ചില സംസ്ഥാനങ്ങൾ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ കേന്ദ്രം സർക്കാരിയ കമ്മീഷനുകളെ വെക്കുന്നു. 2010 ഏറ്റവും അവസാനമായിട്ട് ഒരു കമ്മീഷനെ ഇവർ വെച്ചിട്ടുള്ളത്. അതുപോലെ എ പെർമനന്റ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഹാസ് ബീൻ ബിൽഡ് ടു സോൾവ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് കൗൺസിൽ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ, 2 ഭാഗത്തു നിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സമിതിയും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥം. പ്രധാനമായിട്ടും 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ ഇവർ ആവശ്യപ്പെടാറുള്ളത്. ഒന്ന്, അധികാരത്തിന് വേണ്ടി, ചില പ്രത്യേക അധികാരങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്, ധനപരമായിട്ടുള്ള സ്വയംഭരണാധികാരം ലഭിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ, ഈ കേന്ദ്രം വെക്കുന്ന അനാവശ്യമായ നിയന്ത്രണങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട്. നാലാമതായിട്ട്, സാംസ്കാരികമായിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സംസ്ഥാനങ്ങൾ
ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. പിന്നെ 1990 ശേഷം മുന്നണി രാഷ്ട്രീയം ഇന്ത്യയിൽ അപ്രസക്തമായല്ലോ. അതിനുശേഷമാണ് DMK, തമിഴ്നാട്ടിൽ DMKയും ബംഗാളിൽ CPMഉം അതുപോലെ പഞ്ചാബിൽ അകാലിദളുമൊക്കെ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വാദങ്ങൾ ഉന്നയിച്ചത്. ഇൻ പാർലമെൻ്ററി ഫോം ഓഫ് ദി ഗവൺമെൻറ് ഇൻ ഇന്ത്യയിൽ പാർലമെൻ്ററി ഫോം പ്രധാനമായിട്ടും 3 ഫോം ഓഫ് ഗവൺമെൻറ്റാണ് ലോകത്തിലുള്ളത്. ഒന്നാമത്തത് പ്രസിഡൻഷ്യൽ ഫോം, രണ്ടാമത്തത് സെമി പ്രസിഡൻഷ്യൽ, അർദ്ധ പ്രസിഡൻഷ്യൽ, മൂന്നാമത് പാർലമെൻ്ററി ഫോം. ഈ ബ്രസീലിലൊക്കെ നടക്കുന്നത്, അമേരിക്ക അല്ലെങ്കിൽ ബ്രസീലൊക്കെ നടക്കുന്നത് പ്രസിഡൻഷ്യൽ ഭരണമാണ് എന്നർത്ഥം. ഓക്കെ, അവിടെ പ്രസിഡൻറ്റിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ലെജിസ്ലേറ്റീവിനോട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ മന്ത്രിമാരൊക്കെ പ്രസിഡൻറ്റ് ഉദ്യോഗസ്ഥരെ പോലെയാണ്. എന്നിരുന്നാലും സഭ പിരിച്ചുവിടാൻ അവിടെ പ്രസിഡൻറ്റിന് അധികാരമൊന്നുമില്ല അമേരിക്കയിലൊന്നും. പക്ഷെ അർദ്ധ പ്രസിഡൻഷ്യൽ ആകുമ്പോൾ അവിടെ പ്രസിഡൻ്റ് ആയിരിക്കും രാഷ്ട്രത്തലവൻ, പ്രധാനമന്ത്രി ഭരണത്തലവനായിരിക്കും. ഇരുവർക്കും കാര്യങ്ങളിലൊക്കെ ഇടപെടാം. ഇന്ത്യയെ പോലെയുള്ള പാർലമെൻ്ററി സിസ്റ്റത്തിൽ പ്രധാനമന്ത്രി ആയിരിക്കും ഭരണത്തലവൻ എന്നർത്ഥം. ഇൻ പ്രസിഡൻഷ്യൽ സിസ്റ്റം ദി 3 organs ഓഫ് ദി ഗവൺമെൻറ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൺ അനദർ. നേരത്തെ നമ്മൾ പറഞ്ഞു ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, അതുപോലെ എക്സിക്യൂട്ടീവ്. ഈ 3 പേരും അവനവൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും ഈ ഒരു പാർലമെൻ്ററി ഫോമിൽ. ഇൻ പാർലമെൻ്ററി ഫോം ദി ഗവൺമെൻറ് ദർ ഈസ് എ വെരി ക്ലോസ് റിലേഷൻ ബിറ്റ്വീൻ ദി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ്. എക്സിക്യൂട്ടീവും അതുപോലെ ലെജിസ്ലേറ്റീവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ഇതിൽ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന MLAമാർ, MP മാർ, അതിനാണ് നമ്മളിവിടെ ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കാനാണ് പറയുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന MP മാർ, രാജ്യസഭ MP മാർ, ലോക്സഭ MP മാർ, അതിനാണ് ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ആളുകൾ ഉണ്ടാക്കിയ നിയമങ്ങൾ, അവരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, അവർക്കാണ് നിയമനിർമ്മാണ സഭ. ആ നിയമങ്ങളെ മൊത്തത്തിൽ ആ നിയമങ്ങളെ കൃത്യമായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ആളുകൾ, അവർക്കാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ മന്ത്രിസഭ, പ്രധാനമന്ത്രി, ഇവർക്കാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അത് ഒരു സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ, ഇവരാണ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ തന്നെ കോടതികൾ. അപ്പോൾ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ നേരത്തെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ചില പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഫീച്ചറുകളെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പറയുന്നത്. ഒന്ന്, ക്ലോസ് റിലേഷൻസ് ബിറ്റ്വീൻ ദ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും നമ്മൾ അഭേദ്യമായി ബന്ധമുണ്ടാകും. അഥവാ ഈ ലെജിസ്ലേറ്റീവിൽ നിന്ന് തന്നെയാണല്ലോ, അഥവാ ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യസഭ, ലോക്സഭ MP മാരിൽ നിന്ന് തന്നെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മന്ത്രിസഭയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടാകും. 2, റെസ്പോൺസിബിലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേറ്റീവ്. ഈ എക്സിക്യൂട്ടീവിന് ലെജിസ്ലേറ്റീവിനോട് ചേർക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ മന്ത്രിമാരാണ്, മറക്കരുത്. ദി എക്സിക്യൂട്ടീവ് ഹാവിംഗ് എ ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ് ആസ് ദി നോമിനൽ എക്സിക്യൂട്ടീവ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ ആസ് എ റിയൽ എക്സിക്യൂട്ടീവ്. നേരത്തെ നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് ആരാണെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് റിയൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, അതുപോലെ പ്രസിഡന്റ് നോമിനൽ എക്സിക്യൂട്ടീവാണ്. ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലെജിസ്ലേച്ചേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്. നേരത്തെ അവർ തമ്മിൽ അഭേദ്യമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, എങ്ങനെയാണ് അവർ പരസ്പരം ബന്ധമുണ്ടാവുക. റിലേഷൻ ഈസ് ഓഫ് എക്സിക്യൂട്ടീവും അതുപോലെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് PM അറ്റ് ദ ഹെഡ്. ഓക്കെ, അവരും ആൻഡ് ലെജിസ്ലേറ്റീവും തമ്മിൽ അഭേദ്യമായി ബന്ധമുണ്ടാവും. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർലമെൻറ്റ്. ഓക്കെ, the leader of the majority party or the coalition of the parties can be appointed as the prime minister. അപ്പോൾ ഈ പ്രധാനമന്ത്രിയായിട്ട്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനാവുന്നത് ഒന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയുടെ പ്രതിനിധി, അല്ലെങ്കിൽ തൂക്കുസഭയുടെ 2 പാർട്ടികൾ കൂടിച്ചേർന്നാണെങ്കിൽ അവർ തീരുമാനിക്കുന്ന ആളാണ് അവിടുത്തെ പ്രധാനമന്ത്രിയാവുക. മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മസ്റ്റ് ബി ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ്. ഒരു മന്ത്രിസഭയിലെ ആളാണെങ്കിൽ അവൻ എന്തായാലും പാർലമെൻറ്റിലെ ഒരു അംഗമായിരിക്കണം എന്നർത്ഥം. രാജ്യസഭയിലെയോ ലോക്സഭയിലെയോ ഏതെങ്കിലും ഒരു പാർലമെൻറ്റിലെ അംഗമായാൽ മാത്രമേ അവന് അദ്ദേഹത്തിനും കേന്ദ്ര മന്ത്രിസഭയിൽ അംഗീകാരം ലഭിക്കുകയുള്ളൂ, മന്ത്രിയാവാനുള്ള അവകാശമുള്ളൂ എന്നർത്ഥം. ഓൺലി ഓൺ ദ അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ദാറ്റ് ദ പ്രസിഡന്റ് ക്യാൻ സമ്മൺ ഓൺ ആൻഡ് പ്രയോഗ് ദി സെഷൻ ഓഫ് ദി ബോത്ത് ഹൗസ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് ഈവൻ ഡിസോൾവ് ദി ലോക്സഭ. ഈ മന്ത്രിസഭയുടെ അംഗീകാരത്തോടു കൂടെ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തോടു കൂടെ മാത്രമേ പ്രസിഡൻറ്റിന് ഈ ചില സമയങ്ങളിൽ
ഇവരെ ഈ ലോക്സഭ വിളിക്കാനോ അല്ലെങ്കിൽ സഭ മാറ്റിവെക്കാനോ സഭ ഒഴിവാക്കാനോ ഒക്കെ കഴിയുകയുള്ളൂ എന്നർത്ഥം. All elected members elect president and can be removed by the impeachment. എല്ലാ മെമ്പേഴ്സുമാണ്, ഈ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മെമ്പേഴ്സുമാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ആ ലോക്സഭയിലെയും രാജ്യസഭയിലെയും നമ്മൾ പറയുന്ന നിയമസഭയിലെയും ആളുകൾ ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇംപീച്ച്മെൻറ്റിലൂടെ പ്രസിഡന്റിനെ നീക്കാനും അവകാശമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് അടുത്ത പാഠത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. ഇനി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദി ലെജിസ്ലേറ്റീവ്. അപ്പോൾ നേരത്തെ നമ്മൾ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞു. അതിൻ്റെ വിശദീകരണമാണ്. ഒന്ന്, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഈസ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ടു ലോക്സഭ. ഈ മന്ത്രിസഭ ലോക്സഭയോട് എപ്പോഴും കൂറുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം എന്നർത്ഥം. ഓക്കെ, ബോത്ത് ദ ഹൗസസ് ഹാവ് പവർ ടു കൺട്രോൾ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻ ഓൺ ദ പോളിസീസ് ഓഫ് പ്രോഗ്രാംസ്. അല്ലെങ്കിൽ ഈ പ്രോഗ്രാമുകളെ കുറിച്ചിട്ട് മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ ഇരു സഭകളിലെയും അഥവാ രാജ്യസഭയിലെയും ലോക്സഭയിലെയും MP-മാർക്ക് ഉണ്ട് എന്നർത്ഥം. ലോസ് ആൻഡ് ബജറ്റ്സ് ഷുഡ് ബി പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ബജറ്റൊക്കെ പാർലമെൻറ്റാണ് പാസ്സാക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ടും അവിടുത്തെ അംഗങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, അവർക്ക് അവരുടെ കാര്യം പോലെ ചെയ്യാവുന്നതാണ്, അവർക്ക് അവകാശമുണ്ട് എന്നർത്ഥം. ടെന്യൂർ ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഡിപ്പെൻഡ് ഓൺ ദി ലോക്സഭ. ലോക്സഭയുടെ കാലാവധി അനുസരിച്ചാണ് മന്ത്രിസഭയുടെ കാലാവധി ഉണ്ടാവുക. അത് 5 വർഷമാണെങ്കിൽ 5 വർഷം അവർക്ക് എന്ത് ചെയ്യുക, മന്ത്രിസഭക്കും ഭരിക്കുക. അതിനിടെ ലോക്സഭ പിരിച്ചുവിടുകയാണെങ്കിൽ മന്ത്രിസഭയും പിരിച്ചുവിടുന്ന അർത്ഥം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹാസ് റിസൈൻ ഇഫ് ലോസ് ഓഫ് ദി കോൺഫിഡൻസ് ഓഫ് ദി ലോക്സഭ. അഥവാ നേരത്തെ ഇനി നമുക്ക് പറയാനുള്ളത്, ഈ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ, ലോക്സഭയിൽ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭ പിരിച്ചുവിടണമെന്നർത്ഥം. അതിനു മുമ്പ് വേണമെങ്കിൽ അവർക്ക് രാജിവെച്ച് പോകാവുന്നതുമാണെന്നർത്ഥം. ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ മന്ത്രിസഭ. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള, അമിത്ഷാ ഉൾപ്പെടെയുള്ള, രാജ്നാഥ് സിംഗ്, നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ മന്ത്രിസഭയുടെ ചിത്രമാണ് ഇതിലുള്ളത് എന്നർത്ഥം. ഇനി നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് തന്നെ 2 രൂപത്തിലുണ്ട്. ഒന്ന് നോമിനൽ, രണ്ടാമത്തെ റിയൽ എക്സിക്യൂട്ടീവ്. നോമിനൽ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റാണ് ഒരു രാജ്യത്തിൻ്റെ നോമിനൽ എക്സിക്യൂട്ടീവ്. അദ്ദേഹത്തെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തതല്ല എന്നർത്ഥം. ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ് പ്രസിഡന്റ്. നേരെ മറിച്ച് ഈ റിയൽ എക്സിക്യൂട്ടീവിനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ് എന്നർത്ഥം. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് എ പ്രൈം മിനിസ്റ്റർ അറ്റ് ദ ഹെഡ് ഈസ് റിയൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, ഇവരാണ് മന്ത്രിസഭയും പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് റിയൽ എക്സിക്യൂട്ടീവ്, രാഷ്ട്രപതിയാണ് നോമിനൽ എക്സിക്യൂട്ടീവ്. ഇവിടെ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരണം നൽകുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട്, ഈ പാഠഭാഗത്തെ ഏറ്റവും അവസാനമായിട്ട് പ്രൈം മിനിസ്റ്റർ ആസ് എ റിയൽ എക്സിക്യൂട്ടീവ്. പ്രൈം മിനിസ്റ്റർ നമ്മൾ റിയൽ എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറയുന്നത്. ആൾ ദ മെമ്പേഴ്സ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓർ ദ റെക്കമെൻഡേഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിൻ്റെ നിർദ്ദേശത്തോട് കൂടെ മാത്രമേ പ്രസിഡന്റിന് ഈ മന്ത്രിസഭയെ നിർദ്ദേശിക്കാൻ കഴിയുന്നർത്ഥം, അല്ലെങ്കിൽ നിയമിക്കാൻ കഴിയും. പ്രൈം മിനിസ്റ്ററാണ് ഇന്നാലിന്ന മന്ത്രിമാരൊക്കെ, ഇന്നാലിന്ന ആളുകളൊക്കെ മന്ത്രിമാരാവണമെന്ന് പ്രസിഡന്റിനോട് പറയുന്നത്. എന്നിട്ട് പ്രസിഡന്റാണ് ആ മന്ത്രിമാരെ നിയമിക്കുന്നത്. ദ അലോക്കേഷൻ ഓഫ് ദ പോർട്ട്ഫോളിയോ അമംഗ് ദ മിനിസ്റ്റേഴ്സ് ഈസ് എ പ്രിറോഗേറ്റീവ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഈ വകുപ്പുകളൊക്കെ നിർണ്ണയിക്കുന്നത് ഈ പ്രധാനമന്ത്രിയുടെ വിശേഷാധികാരമാണെന്നർത്ഥം. പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ് ഓഫ് ദ ക്യാബിനറ്റ് ആൻഡ് ഈസ് ഓൺലി ലിങ്ക് ബിറ്റ്വീൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദി പ്രസിഡന്റ്. ഇദ്ദേഹമാണ്, പ്രധാനമന്ത്രിയാണ് ഇവരുടെ മന്ത്രിസഭയുടെ മീറ്റിങ്ങുകൾക്കൊക്കെ അധ്യക്ഷത വഹിക്കുന്നത്. ഈ മന്ത്രിസഭയുടെയും പ്രസിഡന്റിൻ്റെയും ഇടയിലുള്ള ഒരു ചെങ്കലയും ഒരു ബന്ധവും ഇദ്ദേഹമാണ്. Any minister can be removed from the office if Prime Minister decide. പ്രധാനമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് മന്ത്രിയെയും പുറത്താക്കാനുള്ള അവകാശമുണ്ട്. ഇൻ സ്റ്റേറ്റ്സ് ആൾസോ ചീഫ് മിനിസ്റ്റർ ഈസ് റിയൽ എക്സിക്യൂട്ടീവ് ആൻഡ് ഗവൺമെൻറ് ഈസ് നോമിനൽ. നേരത്തെ നമ്മൾ കേന്ദ്രത്തിലാണ് പറഞ്ഞത്. അതുപോലെ സ്റ്റേറ്റിലും ചീഫ് മിനിസ്റ്ററാണ് അവിടുത്തെ റിയൽ എക്സിക്യൂട്ടീവ്, ഗവർണറാണ് നോമിനൽ. ദർ മേ ബി യൂണിക്യാമറൽ ഓർ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ചില സ്ഥലങ്ങളിൽ യൂണിക്യാമറൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട്. അപ്പോൾ വലിയ സംസ്ഥാനങ്ങളിൽ ഇരു സഭകളുണ്ട്. MLA-മാർക്ക് പുറമെ MLC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അംഗങ്ങളും ഉണ്ട് എന്നർത്ഥം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ അടുത്ത പാഠങ്ങളിൽ വരും. അതുകൊണ്ടാണ് പറയാത്തത്. കേരളത്തിലൊക്കെ MLA-മാർ മാത്രമുള്ളൂ, ചെറിയ സംസ്ഥാനങ്ങളിൽ. ഇനി വലിയ സംസ്ഥാനങ്ങളിൽ MLA-മാരുണ്ടാവും, അതിന് പുറമെ MLC-കളും ഉണ്ടാവും. അഥവാ MLA-മാരെ പോലെ തന്നെ അത്ര അവകാശങ്ങളില്ലെങ്കിലും അതിനൊരു തൊട്ടുതാഴായി നിൽക്കുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് MLA-മാരുടെ അത്ര അവകാശങ്ങളില്ലാത്ത MLC-മാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസംബ്ലിയും ചില സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ട് എന്നർത്ഥം. ഇനി MLC-മാരുള്ള സംസ്ഥാനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ആന്ധ്രാപ്രദേശ്, അതുപോലെ ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന,
ഉത്തർപ്രദേശ്, ഈ സ്ഥലങ്ങളിലൊക്കെ ബൈക്യാമറൽ ലെജിസ്ലേറ്ററുള്ള സ്ഥലങ്ങളാണ് എന്നർത്ഥം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ചത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ, അതിൻ്റെ പ്രിയാമ്പിലുള്ള ജനാധിപത്യം, മതേതരത്വം, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി, യൂണിറ്റി, ലിബേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ഇന്ത്യയുടെ ഭരണഘടനാ രീതികളെക്കുറിച്ച് പറഞ്ഞു, പാർലമെൻ്ററി രീതികളെക്കുറിച്ച് പറഞ്ഞു, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തുടങ്ങിയിട്ടുള്ള വിവരണങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ട്, അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് മൊത്തത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ പഠിക്കുക, മനസ്സിലാക്കുക, ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.